ചേച്ചി? വന്ദനെ, ഇവിടെ ആകെ പ്രശ്നോ. മനോജ് വീട് മാറുന്നതിന്റെ പേരില് ഇവിടെ വഴക്കും അടിയും ബഹളം ഒക്കെ നടക്കുക. എന്ത് ചേച്ചി പ്രശ്നം? വന്ദനെ, നീ ഹരിതയായിട്ട് സംസാരിക്കണം. വീട് മാറുന്നതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കണം. ഞാൻ പറഞ്ഞ ഹരിത കേൾക്കുന്നു തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? അവളുടെ കണ്ണിൽ അവളുടെ കുഞ്ഞിനെ വിഷം കൊടുത്തു കൊന്ന കാതികയല്ലേ ഞാൻ. ആ തെറ്റിദ്ധാരണ ഇതുവരെയും അവൾ മാറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ഹരിതയോടൊന്ന് സംസാരിച്ചു നോക്കാം. ശരി വന്ദനെ. സുചിത്രേച്ചിയെ വിളിച്ചത്. മനോജും ഹരിതയും വീട് മാറുന്ന പ്രശ്നത്തെ ചൊല്ലി വീട്ടിലും വഴക്ക് നടക്കാം. മനോജിന്റെ പക്ഷം ചേർന്നുകൊണ്ട് അച്ഛനെയും അമ്മയും താറടിക്കാൻ ശ്രമിക്കുക അവിടെ പ്രകാശേട്ടൻ. ജഗൻ വിചാരിച്ചാലേ ഇപ്പൊ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. തൽക്കാലം വീടുമാറ്റം വേണ്ടെന്ന് ഹരിതയെ ഒന്ന് ഉപദേശിച്ചൂടെ? ഉപദേശിക്കാം. പക്ഷേ ദൈവം തമ്പുരാന് പോലും ഹരിതയെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അച്ഛന്റെ നിലപാടും ഹരിതയ്ക്ക് അനുകൂലമാണല്ലോ. എന്തായാലും വന്ദന പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഹരിതയോടൊന്ന് സംസാരിച്ചു നോക്കാം. സംസാരിച്ച് നോക്കാന്നല്ല, ജഗൻ ഹരിതയെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം. വാ. ഹരിതേ, നീ എങ്ങോട്ടാ? എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിക്കാനുള്ളത് എന്തിനെ കുറിച്ചാണെന്ന് എനിക്കറിയാം. കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ പോവാന്ന് വിചാരിച്ചത്. മനോജിനെ കുട്ടി പുതിയ വീട്ടിലേക്ക് പോകുന്ന പ്ലാൻ ഉടനെ വേണ്ട. ഹോ, ഭാര്യയുടെ ഉപദേശമായിരിക്കും ചേട്ടൻ എന്റെ മുമ്പിൽ നിന്ന് വിളമ്പുന്ന. ഹരിതേ, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. നീ വന്ദനയോ മറ്റാരെയോ നോക്കണ്ട. ഇത്രയും കാലം നിന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച നിന്റെ മനോജിന്റെ അച്ഛനും അമ്മയും മാത്രം നോക്കിയാൽ മതി. വയസ്സുകാലത്ത് അവരോട് കാണിക്കുന്ന ഒരു ഔദാര്യമായിട്ട് കൂട്ടിയാലും മതി. നമ്മളെപ്പോലെ വിശാലമായ കാഴ്ചപ്പാടുള്ളവരല്ല അവര്. വീട് മാറ്റവും മക്കളെ കാണാതെയുള്ള ജീവിതമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാ. അതവർക്ക് സഹിക്കാൻ കഴിയില്ല മോളെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ജീവിക്കാനുള്ള എല്ലാ വഴിയും മുട്ടിയപ്പോഴേ ഭാര്യയും കൊണ്ട് വാടക വീട്ടിൽ താമസിക്കാൻ തയ്യാറായ ആളാ ഏട്ടൻ എന്ന കാര്യം മറക്കണ്ട. മാനത്തെ കൊട്ടാര